ദീപാവലിക്ക് സമാനമായ ആഘോഷമാണ് തൃക്കാർത്തിക. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ചേർന്നു വരുന്ന ദിവസമാണ് തൃക്കാർത്തികയായി നാം ആഘോഷിക്കുന്നത്. തൃക്കാർത്തിക നാൾ സന്ധ്യയ്ക്ക് മൺചിരാതുകളിൽ ദീപം തെളിയിച്ച് വീട് മുഴുവൻ ദീപങ്ങളാൽ അലങ്കരിക്കും. വാഴത്തടയിൽ കുരുത്തോലയും പൂക്കളും കൊണ്ട് അലങ്കരിച്ചാണ് തൃക്കാർത്തിക വിളക്ക് നിർമ്മിക്കുന്നത്. പുഴുക്ക്, അട, കരിക്ക് എന്നിവ വിളക്കിനു മുന്നിൽ നേദിക്കുന്നു. തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് 3 ഐതിഹ്യങ്ങളുണ്ട്. ഒന്നാമതായി, പാർവതീദേവി കാർത്യായനീദേവിയായി അവതരിച്ച ദിവസമാണ് തൃക്കാർത്തിക. അതുകൊണ്ടുതന്നെ കാർത്യായനീദേവിയുടെ ജന്മദിനം എന്ന പേരിലും തൃക്കാർത്തിക നാം ആഘോഷിക്കുന്നു. രണ്ടാമതായി, ഒരിക്കൽ താരകാസുരൻ മഹാദേവനെ പ്രസാദിപ്പിച്ച് ശിവപുത്രനു മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കാവൂ എന്ന വരം നേടിയെടുത്തു. തുടർന്ന് താരകാസുരൻ ദേവലോകം ആക്രമിച്ച് തന്റെ അധീനതയിലാക്കി. ദുഃഖിതരായ ദേവന്മാർ കൈലാസത്തിൽ വന്ന് മഹാദേവനോട് തങ്ങളുടെ സങ്കടം പറഞ്ഞു. ഇത് കേട്ട മഹാദേവൻ 6 മുഖത്തോടുകൂടിയ രൂപം സ്വീകരിക്കുകയും ഈ 6 മുഖങ്ങളിൽ നിന്നും 6 അഗ്നിഗോളം രൂപപ്പെടുകയും ചെയ്തു. പിന്നെ മഹാദേവൻ അഗ്നിദേവനെയും വായുദേവനെയും കണ്ട് ഈ അഗ്നിഗോളങ്ങൾ ഗംഗാനദിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. ഗംഗാദേവി ഈ അഗ്നിഗോളങ്ങളെ കൊണ്ട് ശരവണപ്പൊയ്കയിൽ എത്തിച്ചേർന്നു. അവിടെ വിരിഞ്ഞു നിൽക്കുന്ന 6 താമരപ്പൂക്കളിൽ ഈ അഗ്നിഗോളങ്ങൾ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഈ അഗ്നിഗോളങ്ങൾ അതിഭംഗിയേറിയ 6 ശിശുക്കളായി മാറി. ആ സമയം അതുവഴി കടന്നുപോയ കൃതികമാരായ 6 കന്യകമാർ ആ ശിശുക്കളെ എടുക്കുകയും താലോലിക്കുകയും ചെയ്തു. അതേസമയം ദേവന്മാരും ശിവപാർവതിമാരും അവിടെ എത്തിച്ചേർന്നു. ഉടനെ പാർവതീദേവി ആ ശിശുക്കളെ എടുത്തതും ആ ശിശുക്കളുടെ ശരീരം ഒന്നായി ചേർന്ന് 6 മുഖങ്ങളുള്ള ഷൺമുഖനായി മാറുകയും ചെയ്തു. പാർവതീദേവി സുബ്രഹ്മണ്യനെ എടുത്ത ദിവസമാണ് തൃക്കാർത്തിക ദിവസം എന്നും അറിയപ്പെടുന്നു. മൂന്നാമതായി, പാലാഴി മഥന സമയത്ത് പാൽക്കടലിൽ നിന്ന് വരണമാല്യവുമായി ഉയർന്നു വന്ന ലക്ഷ്മീദേവി വരനായി മഹാവിഷ്ണു ഭഗവാനെ സ്വീകരിച്ചു. ലക്ഷ്മീദേവിയുടെ ഈ അവതാര ദിവസമാണ് തൃക്കാർത്തിക എന്നും വിശ്വസിക്കുന്നു.